സത്യമാണോ? നരേന്ദ്രമോദിയാണ് എന്തൊക്കെ പറഞ്ഞാലും ഈ തെരഞ്ഞെടുപ്പിലെ ബി.ജെ.പിയുടെ ഏറ്റവും വലിയ ബ്രാൻഡ്. നരേന്ദ്രമോദി വിരമിക്കുമെന്ന് പറഞ്ഞപ്പോൾ അമിത്ഷാ ഓടി വന്നിട്ട് ഇല്ല, അദ്ദേഹം വിരമിക്കില്ല, അദ്ദേഹം തുടരും എന്ന് പറഞ്ഞത് നരേന്ദ്രമോദിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള മോദിക്ക് ഗ്യാരണ്ടി എന്നാണ്, ബി.ജെ.പിക്ക് ഗ്യാരണ്ടി എന്നല്ലല്ലോ നിങ്ങളുടെ മുദ്രാവാക്യം ഉണ്ടായിരുന്നത്. തിരിച്ചടികളായി പരിഗണിക്കാൻ കഴിയുന്ന ചില സംഗതികളുണ്ടെങ്കിൽ അവ എങ്ങനെ സംഭവിച്ചു എന്നത്, പ്രത്യേകിച്ച് നരേന്ദ്രമോദിയെ പോലുള്ള ഏറ്റവും വലിയ ഒരു നിങ്ങളുടെ ഒരു ബ്രാൻഡ് പ്രോഡക്റ്റ് ഇങ്ങനെ ഈ ബുദ്ധിമുട്ടുന്നത് എവിടെ, വാരാണസി പോലെ ഒരു സ്ഥലത്ത്, അതിന്റെ ഒരു കാരണം എന്തായിരിക്കും? വാരണാസിയിൽ ബുദ്ധിമുട്ടുന്നത് അങ്ങ് പറഞ്ഞത് 1.5 ലക്ഷം വോട്ടിന് ജയിച്ചതിനെയാണോ അങ്ങ് ഉദ്ദേശിച്ചത്? കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം കിട്ടിയില്ല. അദ്ദേഹത്തിന്റെ വിജയത്തിന് കഴിഞ്ഞ തവണത്തെ അത്ര ശോഭയുണ്ടായില്ല എന്ന് പറഞ്ഞാൽ ശരിയാണ്. ബുദ്ധിമുട്ടി എന്നൊക്കെ പറയുന്നത് അതിന്റെ അദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥി ആദ്യത്തെ നരേന്ദ്രമോദിയേക്കാൾ കൂടുതൽ വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയ ആളുകൾ കേരളത്തിലുണ്ട് എന്ന് ഓർക്കുക. നരേന്ദ്രമോദി ഇന്ത്യ ആകമാനം സ്വീകാര്യനായിട്ടുള്ള ഒരു അനുദിനം സ്വീകാര്യത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്കാണ് ബി.ജെ.പി അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. നോക്കൂ, 8000 ആളുകൾ ബൂത്തിൽ പോയി നരേന്ദ്രമോദി മത്സരിക്കുന്ന ഒരു സ്ഥലത്ത് നോട്ടയ്ക്ക് വോട്ട് ചെയ്തു. ഒരു ഘട്ടത്തിൽ നരേന്ദ്രമോദി 9000 വോട്ടിന് പിന്നിൽ പോയി. അദ്ദേഹത്തിന് 4 ലക്ഷത്തോളം വോട്ടുകൾ നഷ്ടമായി എന്ന് പറയുന്നത് ഏത് ഘട്ടത്തിൽ? ആദ്യത്തെ ഘട്ടത്തിലോ? അങ്ങ് പറയുന്ന ഫൈസാബാദിലെ വോട്ട് എണ്ണിയ സമയത്താണ് പറയുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പല ഘട്ടങ്ങളിലായിട്ടാണ് വോട്ട് എണ്ണുന്നത്. പല സ്ഥാനാർത്ഥികൾക്ക് മുൻതൂക്കമുള്ള മണ്ഡലങ്ങൾ, പല പാർട്ടികൾക്ക് മുൻതൂക്കമുള്ള മണ്ഡലങ്ങൾ ഉണ്ടാവും. അതിലൊരു മണ്ഡലത്തിൽ എണ്ണുമ്പോൾ നരേന്ദ്രമോദി പുറകോട്ടായി. ചിലപ്പോൾ 20ാമത്തെ റൗണ്ടിലാണ്. പോട്ടെ, ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഈ കുറച്ചിലുണ്ടാവുന്ന ഒരു കാരണം ഉണ്ടോ ചോദിക്കുക. അല്ല, അതിനെ പറ്റിയിട്ട് പാർട്ടി പഠിക്കേണ്ടതുണ്ട്. അതിന് എന്റേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള കുറെ നിരീക്ഷണങ്ങൾ എനിക്കുണ്ട്. പക്ഷെ അത് അവതരിപ്പിക്കാനുള്ള പ്രോപ്പർ ഫോറം ഇതല്ലല്ലോ. ഇവിടെ നമ്മുടെ മുന്നിൽ ഒരു സ്ട്രക്ചേർഡ് ഡാറ്റ ഇപ്പോഴും വന്നിട്ടില്ല. നമുക്ക് വോട്ട് ഷെയറിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള കണക്കുകളില്ല. നമുക്ക് മണ്ഡല അടിസ്ഥാനത്തിലുള്ള കണക്കുകൾ കിട്ടിയിട്ടില്ല. ഓരോ നിയമസഭാ സെഗ്മെന്റുകളിൽ എത്ര വോട്ടുകളാണ് കിട്ടിയതെന്നുള്ള കണക്കില്ല. ഫൈനൽ ടാലി ഇപ്പോഴും നമ്മുടെ മുന്നിലില്ല. ലീഡുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മുഴുവനായിട്ടുള്ള ഡാറ്റ കിട്ടിയതിനു ശേഷം ഏതൊക്കെ മേഖലകളിലാണ് മുന്നോട്ട് പോയിട്ടുള്ളത്, ഏതൊക്കെ മേഖലകളിലാണ് പുറകോട്ട് പോയിട്ടുള്ളത്. ഞാൻ വ്യക്തിപരമായിട്ട് മനസ്സിലാക്കുന്ന ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും അതേപോലെ തന്നെ രാജസ്ഥാനിലും പ്രതീക്ഷിച്ചിട്ടുള്ള വിജയം നേടാൻ സാധിച്ചിട്ടില്ല. ഈ ഹിന്ദു ഹാർട്ട്ലാൻഡിൽ പെടുന്ന 3 പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ബി.ജെ.പിക്ക് പ്രതീക്ഷിച്ച മുന്നേറ്റം നടത്താൻ സാധിച്ചില്ല. എന്നാൽ അപ്രതീക്ഷിതമായിട്ടുള്ള പല സ്ഥലങ്ങളിലും ബി.ജെ.പി വലിയ നേട്ടം നേടുകയും ചെയ്തു. മധ്യപ്രദേശിൽ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത വലിയൊരു സ്വീപ്പാണ് മധ്യപ്രദേശിൽ ബി.ജെ.പി നടത്തിയത്. അതേപോലെ തന്നെ കർണാടകയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു മുന്നേറ്റമാണ് ബി.ജെ.പി നടത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ അരുണാചൽ പ്രദേശിൽ നല്ല മുന്നേറ്റം ബി.ജെ.പി നടത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ 4 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടന്നതിൽ 4 മണ്ഡലങ്ങളിൽ 4 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ബി.ജെ.പിക്കാണ് മേൽക്കൈ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ കൂടി ഇതിനോടൊപ്പം ഉണ്ട്. പക്ഷെ എന്താണ് നമുക്ക് ഇത്തവണ 303 സീറ്റിൽ നിന്ന് താഴേക്ക് വരാനുണ്ടായിട്ടുള്ള സാഹചര്യം എന്താണ് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. പ്രഥമദൃഷ്ട്യാ മനസ്സിലാവുന്നത് ബി.ജെ.പിക്ക് എതിരായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു കമ്മ്യൂണൽ കൺസോൾട്ടേഷൻ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഒരു വോട്ട് ബാങ്ക് വളരെ കൃത്യമായി ബി.ജെ.പി വിരുദ്ധമായിട്ടുള്ള ഒരു ചേരിയിലേക്ക് INDA എന്ന് പറയുന്ന മുന്നണിയിലേക്ക് കൃത്യമായി വന്നിട്ടുണ്ട്. എന്നാൽ ബി.ജെ.പി അനുകൂലമായി വരേണ്ടിയിരുന്ന വോട്ടുകൾ അങ്ങനെ സംഭവിച്ചിട്ടില്ല. ആ വോട്ടുകൾ കൺസോൾട്ടേറ്റഡ് ആയിരുന്നില്ല, സ്കാറ്റേർഡ് ആയിരുന്നു എന്നുള്ളതാണ്. INDA എന്ന് പറയുന്ന പരീക്ഷണം തത്വത്തിൽ ഗുണപ്രദമായി, അത് ഫലം ചെയ്തു. ഈ പറയുന്ന പ്രതിപക്ഷ കക്ഷികളുടെ ഈ 16 കക്ഷികളുടെ ഒരു കൂട്ടായിട്ടുള്ള മുന്നേറ്റം എന്ന് പറയുന്ന ആശയം ബി.ജെ.പിയെ കൗണ്ടർ ചെയ്യുന്നതിൽ ഒരു പരിധി വരെയെങ്കിലും വിജയിച്ചു. കോൺഗ്രസിന് നില മെച്ചപ്പെടുത്താൻ സാധിച്ചു എന്നത് നമുക്ക് കാണേണ്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ തവണ 52 സീറ്റ് മാത്രം ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇത്തവണ 97 സീറ്റിലേക്ക് കോൺഗ്രസിന് വരാൻ സാധിച്ചു. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഇതിലേക്ക് കൃത്യമായിട്ടുള്ള ഫൈനൽ ഡാറ്റ വന്നതിന് ശേഷം അനലൈസ് ചെയ്തതിനു ശേഷമേ നമുക്ക് അതിന്റെ ഒരു കാരണം പറയാൻ സാധിക്കും. ഒരു ബി.ജെ.പിയുടെ ഒരു നേതാവ് എന്ന നിലയിൽ അങ്ങേക്ക് പറയാൻ കഴിയുമോ മോദി തന്നെ പ്രധാനമന്ത്രിയാവുമോ? തീർച്ചയായിട്ടും മോദി തന്നെ പ്രധാനമന്ത്രി എന്നുള്ള കാര്യത്തിൽ അങ്ങേക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? അതിന് ഇപ്പോ TDP തെലുഗുദേശം പാർട്ടിയുടെ നേതാവായിട്ടുള്ള ചന്ദ്രബാബു നായിഡു പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് മുൻപേയുള്ള സഖ്യം തുടരുകയാണ് എന്നുള്ളത്. അപ്പൊ NDAയുടെ നില എന്ന് പറയുന്നത് വളരെ ഭദ്രമാണ്, 295 സീറ്റുകൾ എന്ന് പറയുന്നത്. ഇത് സത്യം പറഞ്ഞാൽ ഈ പ്രതിപക്ഷത്തിന് പറ്റിയിട്ടുള്ള ഒരു ട്രാപ്പ് എന്ന് പറയുന്നത് ഈ വളരെ എക്സാജറേറ്റഡ് ആയിട്ടുള്ള ഒരു ഫിഗർ നരേന്ദ്രമോദി മുന്നോട്ട് വെച്ചത് അവർ വീണുപോയി എന്നുള്ളതാണ്. ഇസ് ബാർ 400 की പാർ എന്ന് പറഞ്ഞത് തന്റെ ഒരു തന്ത്രമായിരുന്നു. ഇന്ത്യ ടുഡേയുടെ കോൺക്ലേവിൽ പിന്നീട് നരേന്ദ്രമോദി വിശദീകരിക്കുന്നത് നമ്മൾ കേട്ടതാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ 400 എന്ന് പറയുന്ന ഒരു ഫിഗർ ഞാൻ മുന്നിലേക്ക് വെച്ചപ്പോൾ പ്രതിപക്ഷം 400നെ കൗണ്ടർ ചെയ്യാത്തതാണ്. മാനസികമായിട്ട് ബി.ജെ.പിയുടെ വിജയം അവർ അംഗീകരിച്ചു. അത്ര വലിയൊരു സംഖ്യയിലേക്ക് ബി.ജെ.പി എത്തും എന്നുള്ളതിനെ പ്രതിരോധിക്കാനായി പിന്നെ അവരുടെ ശ്രമം ബി.ജെ.പിയുടെ ഭൂരിപക്ഷം കുറയ്ക്കുക എന്നുള്ളതിലേക്ക് അവരുടെ മാൻഡേറ്റ് പരിമിതപ്പെട്ടു. ബി.ജെ.പിയെ തോൽപ്പിക്കാമെന്നൊരു സാധ്യത പോലും അവർ മറന്നുപോയി. ഈ രാജ്യം ഭരിക്കാൻ 272 സീറ്റ് മതി എന്നുള്ള കാര്യം അവർ ഓർത്തില്ല എന്ന് നരേന്ദ്രമോദി ഇന്ത്യ ടുഡേ കോൺക്ലേവിൽ പറയുന്നുണ്ട്. അപ്പോ 400 സീറ്റ് അല്ലെങ്കിൽ അത് വളരെ വലിയൊരു പ്രൊജക്ഷൻ മുന്നോട്ട് വെച്ചത് യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമായി തന്നെയാണ്. എന്തായാലും ബി.ജെ.പി വിചാരിച്ചതിനും വലിയ ദുർബലത നേരിട്ടത് എങ്ങനെയാണ് എന്ന കാര്യം ഇനി പഠിക്കേണ്ടതുണ്ട് എന്നാണ്. പിന്നെ ചില അഭിപ്രായങ്ങൾ ഇവിടെ പറയുന്നതിന് പരിമിതി ഉണ്ടെന്നാണ് ശംഖു ചൂണ്ടിക്കാണിക്കുന്നത്. എണ്ണിപ്പറയും ഓരോ വോട്ടും ജൂൺ 4 മീഡിയ 1-നൊപ്പം.